ഒടുവിൽ ശശി തരൂരിന് മുന്നിൽ കോൺഗ്രസ് നേതൃത്വം മുട്ടുമടക്കിയിരിക്കുകയാണ്. അമേരിക്കയിലേക്കുള്ള ഇന്ത്യൻ സംഘത്തെ തരൂർ തന്നെ നയിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. എന്താണ് സാർ സംഭവിച്ചത്? തരൂർ വാസ്തവത്തിൽ കോൺഗ്രസിനെ ചുരുട്ടിക്കൂട്ടിയോ? അല്ല, തരൂരിന് മുന്നിൽ കോൺഗ്രസ് മുട്ടുമടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഒരു 23-അംഗ സംഘം മുമ്പ് ഇവർ രൂപീകൃതമായില്ലേ. അത് പിന്നെ അതൊക്കെ പല വഴിക്ക് പോയി. അതിൽ പക്ഷേ അത് പിന്നീട് തുടർന്നത്, അഭിപ്രായങ്ങളും ഒക്കെ ആയിട്ട് തുടർന്നത് തരൂര് മാത്രമേ ഉള്ളൂ. അപ്പോൾ തരൂര് ഇപ്പോൾ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് ഇതിൻ്റെ തലവനായി മാറിയതോടുകൂടിയാണ്. മോദി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന അമേരിക്കയിലേക്കുള്ള സർവകക്ഷി സംഘത്തിൻ്റെ തലവനായതോടുകൂടിയാണ്. അത് പാർട്ടി സമ്മതം വാങ്ങാതെയാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പാർട്ടിയുടെ സമ്മതം അല്ലെങ്കിൽ ചോദിച്ചാൽ അങ്ങ് കൊടുക്കും. അല്ല, പാർട്ടി 4 നേതാക്കളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അവരാരും അതിലൊന്നും തരൂരിനെ അവർ ഉൾപ്പെടുത്തിയില്ല. പക്ഷേ നരേന്ദ്രമോദി വളരെ കൃത്യമായിട്ട്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഈ പറയുന്നത് പോലെ UN അണ്ടർ സെക്രട്ടറി ജനറലൊക്കെ ആയിരുന്ന വലിയ ഉയർന്ന പദവികളൊക്കെ വഹിച്ച ലോകരാഷ്ട്ര തലവന്മാരുമായിട്ട് നല്ല ബന്ധമുള്ള തരൂരിനെ കൈവിടാൻ ഒരുക്കമല്ല. തരൂരിൻ്റെ കഴിവുകളെ എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര സർക്കാരിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വളരെ കൃത്യമായിട്ട് അമേരിക്കയിലേക്കുള്ള സംഘത്തിൻ്റെ നയിക്കാനുള്ള ചുമതല തരൂരിന് നൽകുകയായിരുന്നു. ഈ തരൂരിൻ്റെ കഴിവുകളെ എങ്ങനെ മുതലാക്കണമെന്നത് കോൺഗ്രസ്സുകാർക്ക് അറിയത്തില്ല. അതാണ് അവർക്ക് പറ്റിയ കുഴപ്പം. കോൺഗ്രസ്സുകാർക്ക് അറിയാത്തതാണോ അവർ മനഃപൂർവ്വം തരൂരിനെ? കോൺഗ്രസ്സിന് ഒന്ന് അറിയില്ല എന്ന് പറയുന്നത്, ഇവർക്ക് അറിഞ്ഞാലും കോൺഗ്രസിൻ്റെ ഭരണം നടത്തുന്നത് ദേശീയ തലത്തിൽ ആരാ? BJP ആണ്, നരേന്ദ്രമോദിയാണ്. അല്ല, പിന്നെ കോൺഗ്രസിനെ ഭരിക്കുന്നത് നെഹ്റു കുടുംബമാണ്, സോണിയ പരിവാറാണ്. സോണിയയും രാഹുലും പ്രിയങ്കയും മറ്റേ ജയറാം രമേശും ഖാർഗെയൊക്കെ ഒരു പേരിന് ഇരുത്തിയിരിക്കുകയാണ്. ഇവരെടുക്കുന്ന തീരുമാനം ഖാർഗെയെ കൊണ്ട് പറയിപ്പിക്കുന്നു. അത്രയേ ഉള്ളൂ. അല്ലാതെ പിന്നെന്താ? ഇപ്പം തരൂര് അന്ന് ഖാർഗെക്കെതിരെ മത്സരം ഒഴിവാക്കിക്കൊണ്ട് തരൂരിനെ ഇവര് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടുവരികയായിരുന്നെങ്കിൽ കോൺഗ്രസ് അങ്ങ് മാറുമായിരുന്നു. പിന്നെ ചിത്രം മാറും. ഇപ്പം പാർലമെൻറ്റിൽ അവർക്കുള്ളതിനേക്കാൾ ഒരു 10 സീറ്റെങ്കിലും കൂടുതൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വാങ്ങിക്കാൻ കഴിയും. അത് പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഇത് കോൺഗ്രസ് നന്നാകുക എന്നുള്ളതല്ല, സോണിയ കുടുംബം, നെഹ്റു കുടുംബം അതിൻ്റെ പിന്നെ പുഷ്ടിയൊന്നും പോകരുത് എന്നുള്ളത് കൊണ്ടാണ്, അധികാരം അവിടെ നിൽക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പം തരൂര് നോക്കണം, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ കോൺഗ്രസിനെ ആക്കിയിരിക്കുന്നത്. ഇടയ്ക്ക് ഓർക്കണം, പിണറായിയെയും സ്തുതിച്ചു, അതുണ്ടായല്ലോ. ഇതിനു മുമ്പ് മോദിയും ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയെയും പ്രശംസിക്കുകയുണ്ടായി. ഇതൊക്കെ തരൂരിന് അതിൻ്റെ നയതന്ത്ര ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാം. അതുകൊണ്ടാണ് പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളെ ചിലയിടത്ത് പ്രശംസിക്കേണ്ടിടത്ത് പ്രശംസിക്കുന്നു എന്നുള്ളത്, വിമർശിക്കുകയും ചെയ്യുന്നു. ഇത് കുറേ കാലമായി തുടങ്ങിയപ്പോൾ. അപ്പോൾ ഇതിനകത്ത് പലർക്കും ഉള്ള ഒരു സംശയം എന്ന് പറയുന്നത് ഈ തരൂരങ്ങ് BJP പോകുന്നു എന്നൊക്കെ. പക്ഷേ എന്തായാലും തരൂരിനെ ഇപ്പം കോൺഗ്രസ്സിന് പുറത്താക്കാൻ വയ്യ. പുറത്തായി കഴിഞ്ഞാൽ അവർക്ക് അകത്ത് നിർത്താനും വയ്യ, മധുരിച്ചിട്ട് പിന്നെ ഇറക്കാനും വയ്യ, കഴിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് അകപ്പെട്ടിരിക്കുന്നത്. ക്ഷമിക്കണം, അത് തിരിച്ചല്ലേ, കഴിച്ചിട്ട് ഇറക്കാനും. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയല്ലേ? അതെ. അപ്പം തരൂരിനോടുള്ള ഒരു ആവേശം കൊണ്ടങ്ങ് പറഞ്ഞു പോയതാണ്. അപ്പം എന്തായാലും കഴിച്ചിട്ട് ഇവർക്ക് ഇറക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പിന്നെ മധുരമുണ്ട് അല്ലേ, തുപ്പി കളയാനും. ഏതെങ്കിലും കാരണവശാൽ തരൂരിനെ ഇപ്പോൾ പുറത്താക്കിയാൽ ആ നിമിഷം തരൂരിന് BJP പ്രവേശനം കിട്ടും, അതിൽ കേന്ദ്രമന്ത്രിയും ആവും. ഇത് തരൂരെ എനിക്ക് തോന്നുന്നു തരൂരിന് വേറെ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. തരൂർ വേറൊരു തലത്തിലേക്ക് പോകേണ്ട ആളാണ്. ഇപ്പം 4 തവണ MP ആയി. ഈ 2009 മത്സരിക്കാൻ വരുമ്പോഴും എന്താ സംഭവിച്ചത്? കോൺഗ്രസ്സുകാർ ശക്തിയായിട്ട് എതിർത്തില്ലേ? ഇതാരാണ് തരൂര്? ഞങ്ങളിവിടെ പോസ്റ്റർ ഒട്ടിച്ചും ചുവരെഴുതി നടന്നവരൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ കോൺഗ്രസ്സുകാർ വിളിച്ചു പോയിക്കൊണ്ട് നടന്നു. പിന്നെ 2ാം തവണയും വന്നപ്പോഴും എതിർത്തുകൊണ്ടിരുന്നു. ഓരോ തവണയും എതിർപ്പുണ്ട്. പക്ഷെ തരൂരിന് ഈ വേറൊരു പരിവേഷമുണ്ട്. ആ പരിവേഷത്തിൽ നഗരകേന്ദ്രീകൃതമായ വോട്ടുകളൊക്കെ കിട്ടി എന്നുള്ളതാണ്.
അതുകൊണ്ടാണ് തിരുവനന്തപുരം പോലുള്ള ഒരു ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മണ്ഡലത്തിൽ നിന്ന് തരൂർ വിജയിച്ചു പോയത്. അല്ലാതെ പിന്നെ കോൺഗ്രസിൻ്റെ ഒരു പിൻബലം എന്നൊന്നും അല്ല. പിന്നെ BJPയെ തോൽപ്പിക്കാനുള്ള ഒരാളാണ് തരൂർ എന്നങ്ങ് മുദ്ര കുത്തി വച്ചിരിക്കുകയാണ്. പക്ഷേ തരൂരിനെ ഇപ്പോൾ ഇവിടെ ഇറക്കിയിരിക്കുന്നതിൻ്റെ പിന്നിൽ എനിക്ക് തോന്നുന്നത് രാജീവ് ചന്ദ്രശേഖർ ഇതിനകത്ത് ഉണ്ടെന്നുള്ളതാണ്. തരൂരിനെ ഇറക്കിക്കൊണ്ട് കേരളം BJPക്ക് അനുകൂലമാക്കി മാറ്റുക എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. രാജീവ് ചന്ദ്രശേഖരനെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് 2031 അധികാരം കേരളത്തിൽ പിടിക്കണം എന്നുള്ളതോടുകൂടിയാണ്. 2026 ഇതിന് നല്ലൊരു സ്ട്രെങ്തിലേക്ക് കൊണ്ടുവരണം. അതിതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ തരൂർ ഇതിൻ്റെ ഒരു മുന്നിൽ നിൽക്കുന്ന ആളായിട്ട് മാറും. തരൂരിന് മുഖ്യമന്ത്രി പദത്തിലേക്ക് വരെ ഒരിക്കൽ കോൺഗ്രസ്സിൽ ഉയർത്തിക്കാട്ടിയതല്ലേ. മറ്റാരുമല്ല, പിന്നെ നമ്മുടെ പെരുന്നയിലെ NSS ഉൾപ്പെടെയുള്ളവർ തുറന്നു കാട്ടിയതാണ്. പിന്നെ പള്ളിക്കും തരൂരിനോട് വിരോധമൊന്നുമില്ല. പിന്നെ അതുപോലെ പാണക്കാട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയ സ്വീകരണമാണ് ലഭിച്ചത്. അപ്പോൾ ഒരുപക്ഷെ തരൂരിനോട് ലീഗ് അടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പം ഇവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷനിലൂടെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകും എന്നും വരികയും ചെയ്തു. പക്ഷെ കേരളത്തിൽ എന്തായാലും തരൂരിനെ മുഖ്യമന്ത്രിയാക്കാൻ കോൺഗ്രസ്സുകാർ സമ്മതിക്കുമോ? അച്ചടക്ക സമിതിയിലെ ഒരു പ്രധാനിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത് തരൂർ പാർട്ടിക്ക് വഴിപ്പെടണം, വഴങ്ങണം എന്നൊക്കെയാണ്. തരൂർ എന്ത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പുറത്താക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ പുറത്താക്കണം. അത് ചെയ്യുന്നില്ല, അത് ചെയ്യില്ല. കാരണം അങ്ങനെ പുറത്താക്കിയാൽ തരൂർ മന്ത്രിയാണ് അടുത്ത നിമിഷം, കേന്ദ്രമന്ത്രിയാണ്. തരൂർ മന്ത്രിയാന്നല്ല, കോൺഗ്രസിന്റെ തന്നെ ചരമഗീതം എഴുതി കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്ത് വ്യക്തമാകുന്നത്. പക്ഷേ എന്തായാലും ഈ വലിയൊരു അക്കാഡമിക് നിലവാരത്തിൽ നിൽക്കുന്ന ആളല്ലേ തരൂര്. അതുകൊണ്ടാണ് BJP ഇതിനെ മുതലെടുക്കുന്നത്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ NK പ്രേമചന്ദ്രനോട് നരേന്ദ്രമോദിക്കുള്ള ഒരു പിന്നെ ആ MP ഒരു നല്ലൊരു പാർലമെന്റേറിയൻ അദ്ദേഹത്തെ പിന്നെ ഒറ്റയ്ക്ക് കാണുകയും ഒക്കെ ചെയ്തത് സംഭവം നമുക്കറിയാവുന്നതാണല്ലോ. പാർലമെന്റ് ക്യാൻറ്റീനിൽ ചായ കുടിച്ചതും ഒക്കെ. അപ്പം തീർച്ചയായിട്ടും ആ പാർലമെന്റേറിയൻ്റെ കഴിവ് എന്താണെന്ന് മോദി മനസ്സിലാക്കിയിട്ടുണ്ട്. അന്നും പലരും പറഞ്ഞില്ലേ പ്രേമചന്ദ്രൻ BJPയിലേക്ക് എന്ന്. അത് കഴിഞ്ഞൊരു 10-20 വർഷമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന. അതെ, അത് 2006 മാത്രമാണ് അതിനൊരു മാറ്റം ഉണ്ടായിരുന്നത്. കാരണം അദ്ദേഹം സംസ്ഥാന നിയമസഭയിലേക്ക് മത്സരിക്കുകയും അദ്ദേഹം മന്ത്രിയാകുകയും ജലവിഭവ മന്ത്രിയാകുകയും ഒക്കെ ചെയ്തു. അല്ല, ഇത് വേറൊരു കാര്യം. അങ്ങോട്ടേക്ക് ചെല്ലുന്നെന്ന് പറഞ്ഞാൽ അവിടെ കാർപ്പറ്റ് വിരിച്ചു കൊടുക്കും. പ്രേമചന്ദ്രനെ പോലുള്ളവർക്കൊക്കെ അവിടെ സ്പേസ് കൊടുക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ളവരെ, കഴിവുള്ളവരെ കണ്ടെത്തുക എന്നുള്ളതാണ്. കാരണം കോൺഗ്രസ്സിന് എന്തായാലും വലിയൊരു പതനം സംഭവിക്കുന്നു എന്ന് തരൂര് തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ തരൂർ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്താ പറഞ്ഞത്? ഇനി ഞാൻ മത്സരിക്കാനില്ലെന്നുണ്ടെങ്കിൽ തരൂരിൻ്റെ അടുത്ത ചുവട് എന്തായിരിക്കും എന്നുള്ളത് തരൂര് തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അത് തരൂര് അണ്ടർഗ്രൗണ്ട് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.